കൃപയുടെ വചനം കേൾക്കുമ്പോൾ എങ്ങനെ കേൾക്കണം? അത് പട്ടാലിച്ചൻ പറഞ്ഞു അങ്ങനെ കേൾക്കരുത്, അത് സാംസണച്ചൻ പറഞ്ഞു അങ്ങനെ കേൾക്കരുത്, അത് താഞ്ചൻ ബ്രദർ പറഞ്ഞു അങ്ങനെ കേൾക്കരുത്, അത് സാബു ബ്രദർ പറഞ്ഞു അങ്ങനെ കേൾക്കരുത്. കൃപയുടെ വചനം കേൾക്കുമ്പോൾ യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ട് നമ്മളതിനെ സ്വീകരിക്കണം. അതാണ് നമ്മൾ 1 തെസ്സലോനി 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ആദ്യം കേട്ടത്. നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ശ്രവിച്ച വചനം എങ്ങനെയായിട്ടാണ്? മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് എനിക്ക് ധാരാളം ബ്രദേഴ്സ്, ഞങ്ങൾ ഒന്നിച്ച് 100 ബ്രദർമാർ ഞങ്ങൾ എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു. പട്ടം കിട്ടുമ്പോൾ 100ഓളം ബ്രദർമാർ പല രൂപതകളിൽ നിന്നായിട്ട്. അപ്പോൾ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, എനിക്ക് യുവജന ശുശ്രൂഷ ചെയ്യണം നല്ല താല്പര്യം, നമുക്ക് യൂത്ത് മിനിസ്ട്രി തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ആ ബ്രദറിനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ കർത്താവ് ശക്തമായിട്ട് വചനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വചനം എന്നാണ് കിട്ടുന്നത്, ഞാൻ വചനത്തിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വചനം ഒന്നും പോയിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ കാലത്ത് ആരും വചനം ഒന്നും കേൾക്കാൻ നിൽക്കുകയില്ല, നമുക്ക് യുവജനങ്ങളെ സംഘടിപ്പിച്ചാൽ അവർ ഉഷാറായിട്ട് വരും, യുവജനങ്ങളെ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ എനിക്കെൻ്റെ ഉള്ളിൽ കിട്ടുന്നത് വചനം എന്നാണ്. എനിക്കാണെങ്കിൽ വചനം പ്രസംഗിക്കേണ്ട അറിയുകയില്ല. ഞാൻ വചനം പ്രസംഗിച്ചാലും അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. എൻ്റെ വിചാരം ഇതൊക്കെ ഒരു ആത്മീയ ഒരു സ്പിരിച്വൽ ചടങ്ങ്. ഞായറാഴ്ച വരുന്നു, ഞായറാഴ്ച കുർബാനയുടെ മധ്യേ 10 മിനിറ്റ് വചന പ്രഘോഷണം, അതിനുശേഷം ആളുകളെ ഫ്രീ ആയിട്ട് വിടുക, പിന്നെ അവർ പോയി തലകുത്തി മറിഞ്ഞ് പൈസ ഉണ്ടാക്കട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഇടവകയിൽ ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ എപ്പോഴും ആളുകളോട് പറയണത്, നിങ്ങൾ ഇവിടെ അധികം സമയം ചിലവഴിക്കണം, നിങ്ങളിപ്പോൾ അത്യാവശ്യം കുർബാനയും അത്യാവശ്യ കാര്യം കഴിഞ്ഞ് നിങ്ങൾ വേഗം പോവുക, വേഗം പോയി നന്നായിട്ട് അധ്വാനിച്ച് ഏതെങ്കിലും വിധത്തിൽ പൈസ ഉണ്ടാക്കി നിങ്ങളുടെ കുടുംബത്തിലെ പട്ടിണി മാറ്റും, നിങ്ങളുടെ കുടുംബത്തിൽ പിള്ളേരൊക്കെ നന്നായി പഠിപ്പിക്കുക, അവർക്ക് ജോലി കിട്ടി കുടുംബം രക്ഷപ്പെടട്ടെ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം, അങ്ങനെ രക്ഷപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ പ്രശ്നങ്ങളാണ്. വഴക്ക്, കലഹം, സംശയം, കുടുംബ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ഇത് രക്ഷപ്പെടുന്നതിന് പകരം ഇതെല്ലാം പിന്നെ കൂടുതൽ അസമാധാനം കുടുംബങ്ങളിൽ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് കർത്താവ് വീണ്ടും പറഞ്ഞത്, ഇവർക്ക് നല്ല വചനം കൊടുക്കണം. ഇവർ അധ്വാനിക്കുന്നതുകൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ കൃപയുടെ വചനത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് കൂടിയാണ് ഇവർ രക്ഷപ്പെടുന്നത്. ഈശോ തന്നെ സാത്താനോട് എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞെങ്ങനെയാണ്, അട്ടപ്പാടിക്ക് ഹല്ലേലൂയല്ല ആവശ്യം, അട്ടപ്പാടിക്ക് അരിയാണ് ആവശ്യം എന്നാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അന്ന് എന്താ പറയുക, ഒരു സോഷ്യലിസത്തിൻ്റെ കാലം. പ്രൈസ് ദി ലോർഡ്. അന്ന് നെഹ്റുവിൻ്റെ ഒരു സെൻറ്റൻസ് എൻ്റെ മനസ്സിൽപ്പെട്ടായിരുന്നു, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഗോഡ് ബട്ട് ഐ നോ സംതിങ് അബൌട്ട് ദ മിസറി ഓഫ് മാൻ. മനുഷ്യൻ്റെ കഷ്ടതയെക്കുറിച്ച് എനിക്ക് ചിലതൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് ആ മനുഷ്യരുടെ കഷ്ടത മാറ്റാൻ വേണ്ടി സോഷ്യൽ വർക്ക് ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ നമ്മൾ സോഷ്യൽ വർക്ക്, ഞാൻ എൻ്റെ ഇടവകയിൽ കുറേ നാൾ സോഷ്യൽ വർക്ക് ചെയ്തെങ്കിലും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ പശുവിനെ കൊടുത്താലും എരുമേനെ കൊടുത്താലും നമ്മൾ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്താലും കുടുംബത്തിൽ മദ്യപാനം കൂടുന്നു, കുടുംബത്തിൽ വഴക്ക് കൂടുന്നു, അഹങ്കാരം കൂടുന്നു, അസൂയ കൂടുന്നു, ദേഷ്യം കൂടുന്നു, വാശി കൂടുന്നു, ആർഭാടം കൂടുന്നു എന്നല്ലാതെ ദൈവകൃപ വർദ്ധിക്കുന്നില്ല, വിശുദ്ധി വർദ്ധിക്കുന്നില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കുന്നില്ല, പ്രാർത്ഥന വർദ്ധിക്കുന്നില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് വീണ്ടും ആ പഴയ വചനം എന്നുള്ള ആ വെളിപ്പെടുത്തൽ വീണ്ടും തന്നു. വചനം അങ്ങനെ ദൈവവചനത്തിൻ്റെ ഒരു വഴി കർത്താവ് തുറന്നു തന്നു. അങ്ങനെ വചന ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ദൈവത്തിൻ്റെ പ്രകടമായ വിധമുള്ള ഇടപെടലുകൾ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ദൈവം അങ്ങോട്ട് കാണിച്ചു തരാൻ തുടങ്ങി. വലിയ മാറ്റങ്ങൾ ജനങ്ങളുടെ കുടുംബങ്ങളിലും അവരുടെ പ്രവർത്തന രീതികളിലും സംഭവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റി. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനേക തരത്തിൽ അവർ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നഷ്ടപ്പെട്ട ആളുകൾ അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് തിരിച്ചു വന്നു. ഒരുപാട് എന്താ പറയണത്, ഹൃദയം നിരാശയിലും ദുഃഖത്തിലും ഇരുന്നിരുന്ന ആത്മാക്കൾ നല്ല സന്തോഷവും നല്ല ആനന്ദവും അനുഭവിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ ഈ വചനം സ്വീകരിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഈ വചനത്തിന് എതിരായ കാര്യങ്ങളായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുക.
ഞാൻ ഓർമ്മിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു മനുഷ്യൻ, ഞാൻ അമേരിക്കയിൽ ഒരു ശുശ്രൂഷയ്ക്ക് എന്നപ്പോൾ ഒരു മനുഷ്യൻ്റെ അനുഭവം പറഞ്ഞു. അദ്ദേഹം നല്ല ദൈവമില്ല, ഒരു സെക്കുലർ മനുഷ്യനായി ജീവിക്കുന്ന കാലം. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല, നല്ല ജോലിയുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, അങ്ങനെ വരുമാനമുണ്ട്, ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം എവിടുന്നോ കുറച്ച് വചനം കേൾക്കാൻ ഇട വന്നു, ഇതുപോലൊരു ധ്യാനം കൂടാൻ ഇട വന്നു. ആ ധ്യാനത്തിൽ വെച്ച് ദൈവവചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ദൈവവചനം സ്പർശിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം തീരുമാനമെടുത്തു: ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ വചനത്തിന് സമർപ്പിക്കുന്നു. ഇന്ന് നിങ്ങളങ്ങനെ തീരുമാനം എടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹം അന്ന് കേട്ട വചനം എന്താണെന്നറിയാവോ? അന്ന് കേട്ടത് ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങളുടെ ദശാംശം എൻ്റെ കലവറകളിലേക്ക് കൊണ്ടുവരിക. മലാക്കി പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ 3-ാമത്തെ അധ്യായമാണ്. നിങ്ങൾ എന്നെ കൊള്ളയടിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത് ചോദിക്കുക പറയുന്നത് ദശാംശങ്ങളിലും കാഴ്ചകൾ. അപ്പോൾ ദശാംശം കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് നല്ല പരിശുദ്ധാത്മാവ് ഒരു ഡിവൈൻ റെവലേഷൻ കൊടുത്തു. അപ്പോൾ വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞു, നമ്മൾ ഇന്ന് തൊട്ട് ദൈവത്തിൻ്റെ വചനത്തെ പൂർണ്ണമായി സ്വീകരിക്കാൻ പോവുകയാണ്, ദശാംശം കൊടുക്കുകയാണെന്ന്. അദ്ദേഹം ദശാംശം കൊടുക്കാൻ നോക്കുമ്പോൾ മാസം 1,00,000 ഉറുപ്പിക കൊടുക്കണം. അത്രയും വരുമാനമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അത്രയും സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ ഞായറാഴ്ച ആയപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ സന്തോഷമെല്ലാം പോയി, കൈയെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. ഈ 1,00,000 രൂപ എടുത്ത് കൊടുക്കണ്ടേ? അപ്പം ഭാര്യ പറഞ്ഞു, മനുഷ്യ, നമ്മളങ്ങനെ പലതും കേൾക്കും, എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യരുത്. അങ്ങനെ കേൾക്കുക, പോരുക, അല്ലാതെ അതൊക്കെ നടപ്പാക്കാൻ നോക്കണ്ട. നമ്മളിവിടെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുക, നമുക്ക് എന്തിൻ്റെ കുറവ്? പിന്നെ എന്തിനാ ഇത്രയും 1,00,000 ഉറുപ്പിക കൊണ്ട് കൊടുക്കുക, അതും വെറുതെ എടുത്ത് കൊടുക്കുക, തിരിച്ചു കിട്ടുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ പൈസ എടുത്ത് കൊടുക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ടൊരു വിറ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, കൊടുത്താൽ തീർന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലും എന്ത് കാര്യത്തിലും അതിൽ പൈസ വേണം, പൈസ ഇല്ലാത്തവർക്ക് വിലയില്ല, പൈസ കൊടുത്താൽ തീർന്നു പോകും, പൈസ ഇവിടെ ഇരിക്കട്ടെന്ന് ഭാര്യ. ഈ ചേട്ടനാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുടെ വചനത്തിന് പരമേൽപ്പിച്ചു, ദൈവത്തിൻ്റെ കൃപയുടെ വചനത്തിന് സ്വീകരിച്ചു, സമർപ്പിച്ചു, വചനം അനുസരിച്ച് ജീവിക്കണം. അപ്പോൾ ഈ 1,00,000 രൂപ കൊണ്ട് പള്ളി കൊണ്ട് കൊടുക്കണം. ഇതായി ചേട്ടൻ്റെ വിചാരം. ഭയങ്കര സംഘർഷമായി. ഭാര്യ അംഗീകരിക്കുന്നില്ല. പിള്ളേരുടെ കാര്യമൊന്നും പറയണ്ട. ഇദ്ദേഹത്തിന് തന്നെ വിഷമം. വേർത്തു എന്ന് പറഞ്ഞത് അദ്ദേഹം ഞായറാഴ്ച ഇത് ആ പള്ളി കൊണ്ട് കൊടുക്കുന്നത് വരെ വേർത്തു. 4 ശരി കൊണ്ട് കൊടുത്തു. എൻ്റെ സഹോദരങ്ങളെ കൊടുത്ത് പിറ്റേ ആഴ്ച ഇദ്ദേഹം പറയാണ്, ഇദ്ദേഹത്തിന് വളരെ വലിയൊരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ആഴ്ച വണ്ടി തവിട്ട് പൊട്ടിയായി, കേട് വന്നു. അദ്ദേഹത്തിന് പിന്നെ ആ വണ്ടി ഒരു വിധത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് പിന്നെ അദ്ദേഹം ട്രെയിനോ അതൊക്കെ കയറി വീട്ടിലെത്തി ഉടനെ ഭാര്യ പറഞ്ഞ്, ഇവിടെ നല്ല മര്യാദയ്ക്ക് ജീവിച്ച് വരികയായിരുന്നു, ആ പൈസ എല്ലാം കൂടെ കൊടുത്ത് ഇപ്പം എന്തായി? ഇപ്പോൾ ഉള്ള വണ്ടി ഇല്ലാതായി. തകർച്ച, ഒരു തകർച്ചയില്ലാത്തൊരു കുടുംബമായിരുന്നു. ഇയാളുടെ ഭ്രാന്ത് കാരണം ഇപ്പം എന്തായി? കുടുംബത്തിൽ ഇപ്പോൾ തകർച്ച ഒഴിഞ്ഞിട്ട് നേരെ ഇല്ലെന്നായി. ഭാര്യ അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന് വീണ്ടും വേറെ എന്തോ ഏടാകൂടങ്ങളുണ്ടായി. കുടുംബത്തിൽ വീണ്ടും പ്രശ്നമുണ്ടായി. ബാക്കി വലിയൊരു സംഖ്യ പോയി, പരാജയം. വലിയൊരു സംഖ്യ കെട്ടേണ്ടി വന്നു. അദ്ദേഹം കുടുംബം ആകെ വിഷമത്തിലായി. ഭാര്യ ഒരു വിധത്തിൽ സ്വൈര്യം കൊടുക്കുന്നില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ വിഷമിച്ച് അദ്ദേഹം അദ്ദേഹം വീണ്ടും വചനം കേൾക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വിഷമിച്ച് അദ്ദേഹം വചനം കേൾക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം കേട്ടൊരു വചനം ഇങ്ങനെ, ആ പ്രസംഗത്തിൻ്റെ ഒരു സമയത്ത് അദ്ദേഹം കേട്ടൊരു വചനം എങ്ങനെയാണ്? കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, വചനമാണ് സത്യം. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, വചനമാണ് സത്യം. പ്രത്യക്ഷത്തിൽ തകർച്ചയും പ്രത്യക്ഷത്തിൽ എല്ലാ പരാജയവും പ്രത്യക്ഷത്തിൽ നമ്മൾ വിചാരിക്കുന്ന നേരെ വിപരീതമായ അനുഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ കുലുങ്ങരുത്. അത് വചനം നിങ്ങളെ പരീക്ഷിക്കുന്ന സമയമാണ്. വചനം പരീക്ഷിക്കുന്ന സമയമാണ്. അതിനുശേഷം വചനത്തിൻ്റെ സമൃദ്ധി ആരംഭിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അന്ന് അദ്ദേഹം കേട്ട പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇരിക്കുന്ന ഒരു ഓർമ്മ, ഒരു പ്രബോധനം അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്? കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, വചനമാണ് സത്യം. 105-ാം സങ്കീർത്തനത്തിൽ 18-ാമത്തെ തിരുലിഖിതം പൂർവ്വപിതാവായ ജോസഫിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവത്തെക്കുറിച്ച് 18-19 പൂർവ്വപിതാവായ ജോസഫിൻ്റെ ജീവിതത്തിലെ അനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് സങ്കീർത്തനം എഴുതുകയാണ്. അവൻ്റെ കാലുകൾ വിലങ്ങ് കൊണ്ട് മുറിഞ്ഞു, അവൻ്റെ കഴുത്തിൽ ഇരുമ്പുവട്ട മുറുകി. കർത്താവിൻ്റെ വചനം
സംഭവിക്കുന്നത് വരെ, അല്ലെങ്കിൽ അവൻ പ്രവചിച്ചത് സംഭവിക്കുന്നത് വരെ കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു. നിങ്ങൾ വായിച്ചു നോക്കിയേ, എന്താ സംഭവിച്ചത്? അവൻ്റെ കാലുകൾ വിലങ്ങുകൾ കൊണ്ട് മുറിഞ്ഞു എന്ന് പറഞ്ഞ പൂർവ്വപിതാവായ ജോസഫ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവൻ്റെ കാലുകൾ വിലങ്ങുകൾ കൊണ്ട് മുറിഞ്ഞു, അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് വട്ട മുറുകി, പൂർവ്വപിതാവായ ജോസഫിൻ്റെ കാര്യത്തിൽ. എന്നാൽ അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ പൂർവ്വപിതാവ് ജോസഫ് എന്താ പ്രവചിച്ചത്? പൂർവ്വപിതാവ് ജോസഫ് പ്രവചിച്ച് ഇങ്ങനെയാണ്: ഞാനൊരു സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ ഒരു കറ്റ എഴുന്നേറ്റിരിക്കുന്നു, ബാക്കി എല്ലാ കറ്റകളും ഈ കറ്റയെ താണു വണങ്ങുന്നു എന്ന് പറഞ്ഞാൽ പൂർവ്വപിതാവ് ജോസഫിൻ്റെ സഹോദരന്മാർ ഈ പൂർവ്വപിതാവ് ജോസഫിനെ വണങ്ങുന്നു എന്ന ഒരു സ്വപ്നം അദ്ദേഹത്തിന് കിട്ടി. അത് അദ്ദേഹം പറഞ്ഞു. അത് സംഭവിക്കുന്നത് വരെ ഒരു കാലഘട്ടമുണ്ട്. അതിനു മുമ്പ് എത്രയോ അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിലെറിഞ്ഞു, അതിനുശേഷം അദ്ദേഹത്തിന് ഈജിപ്തിലേക്ക് അടിമയായി വിറ്റു, അതിനുശേഷം ഈജിപ്തിലെ കാരാഗൃഹത്തിലൂടെ അടച്ചു. അദ്ദേഹം പറയാണ്, ഈ വചനത്തിൻ്റെ സമൃദ്ധി ആരംഭിക്കുന്നത് വരെ നേരെ ഓപ്പോസിറ്റ് അനുഭവങ്ങളിലൂടെ ഇദ്ദേഹം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട കാര്യം ഇതാണ്: കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, വചനമാണ് സത്യം. വചനം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നടക്കുള്ളൂ. പക്ഷേ ആ വചനം നിറവേറുന്ന ആ സമയം എത്തുന്നത് വരെ അത് തൊട്ട് എല്ലാവരും ഓപ്പോസിറ്റ് അനുഭവങ്ങളായിരിക്കും. ഇപ്പോൾ ദശാംശം കൊടുക്കുന്നവർക്ക് കർത്താവ് 7 ഇരട്ടിയെ തിരികെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നത് വരെ ആദ്യത്തെ കുറച്ച് കാലം ഈ തിന്മ വന്നിങ്ങനെ പരീക്ഷിക്കും. ഇങ്ങനെ ഒരു അന്ധകാരത്തിൻ്റെ അനുഭവം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. കഴുത്തിൽ ഇരുമ്പ് വട്ടം മുറുകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളത് ഇതുവരെയുള്ള എല്ലാ വചനവും നിഷേധിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന പോലെ അനുഭവം ഉണ്ടാവും. ആ സമയത്ത് പിടിച്ചു വെക്കണം. ആ സമയത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം: കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, വചനമാണ് സത്യം എന്ന് പറയും. ബൈബിളിൽ കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും നിങ്ങൾ വിട്ടുപോക്കോട്ടെ. പൂർവ്വപിതാവായ ജോസഫിൻ്റെ ആ ഉടുമുണ്ടല്ലാതെ ആ വസ്ത്രമല്ല വേറെ ഒന്നുമില്ല, എല്ലാം വിട്ടുപോയി, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹം വചനത്തിൽ മുറുകെ പിടിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്: കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, വചനമാണ് സത്യം. അതാണ് നിലനിൽക്കുന്നത്. ബാക്കിയെല്ലാം പോകും. നിങ്ങളുടെ അപ്പനോ അമ്മയോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളോ ആരോഗ്യമോ സമ്പത്തോ ലോകമോ ഭരണാധികാരികളോ രാജ്യങ്ങളോ ജനപദങ്ങളോ ഇതൊന്നും അല്ല സത്യം, വചനമാണ് സത്യം. യെശയ്യായുടെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ 40-ാം അധ്യായത്തിൽ 6 തൊട്ട് 9 വരെ വാക്യങ്ങൾ. കർത്താവ് ഒരു ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്നെ ഒരു വെളിപ്പെടുത്തലാണ്. യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 40-ാം അധ്യായം 6 തൊട്ട് 9: വീണ്ടും സ്വരമുയർന്നു ഉദ്ഘോഷിക്കുക, ഞാൻ ആരാഞ്ഞു, ഞാൻ എന്തുദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രം. നമ്മുടെ ചുറ്റും കാണുന്നതല്ല ഈ ലോകം, ജോലി, ഓഫീസ്, കാറ് എല്ലാം ജഡം തൃണം മാത്രം. അതിൻ്റെ സൗന്ദര്യവും വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. കർത്താവിൻ്റെ ശ്വാസം ഏൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും. മനുഷ്യൻ പുല്ല് മാത്രം, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ, ഇറ്റ് ഈസ് ഇറ്റേണൽ, ഇത് നിത്യം നിലനിൽക്കുന്നതാണ്. നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഇറ്റേണൽ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്നത് പോലെയാണത്. നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു 99% മനുഷ്യരുടെ ഉള്ളിൽ പിശാച് വെച്ചിരിക്കുന്ന ഒരു വലിയ ചതി, ഒരു കെണി, കേൾക്കണ വചനം വിശ്വസിക്കുന്നില്ല, കർത്താവിൻ്റെ കൃപയുടെ വചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നുമില്ല, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുകയാണ്. സ്വന്തം ബുദ്ധിയാണ് നമ്മുടെ ദൈവം, അല്ലാതെ എഴുതപ്പെട്ട വചനമല്ല നമ്മുടെ ദൈവം. സ്വന്തം ബുദ്ധിയാണ് നമ്മുടെ വഴി, അല്ലാതെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമല്ല നമ്മുടെ വഴി. സ്വന്തം ബുദ്ധിയാണ് നമ്മുടെ ആശ്രയം, അല്ലാതെ ദൈവത്തിൻ്റെ വചനമല്ല നമ്മുടെ ആശ്രയം. കർത്താവിന് കൃപയുടെ വചനത്തിനൊരു സ്ഥാനവും കൊടുക്കണില്ല. കേൾക്കണമെന്നുള്ളൂ, സ്ഥാനം കൊടുക്കണില്ല. കൃപയുടെ വചനത്തിൻ്റെ ആ ഒരു വലിയ ഒരു ചേണൽ സിറ്റിയിലേക്ക് എത്തുന്നതിന് മുമ്പ് പരീക്ഷിക്കപ്പെടുന്ന നാളുകളിൽ അതിനെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയേ.
ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ ആശ്രയിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ വചനം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണോ നോക്കണത്? അതോ ഇതെങ്ങനെ പരിഹരിക്കാം എന്നാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കൊരു ആവശ്യം വരുന്ന സമയത്ത് എൻ്റെ ബിസിനസ് പരാജയം വന്നു. കൃപയുടെ വചനം കേട്ടാൽ അത് നേരെയാവുമെന്ന് ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നുണ്ടോ? അതോ പരിഭ്രാന്തപ്പെട്ട് നമ്മൾ ഓടി നടക്കുകയാണ് ചെയ്യുന്നത്? കൃപയുടെ വചനം വെളിപ്പെടുത്തിയിരിക്കുകയാണ്, നിനക്ക് നിൻ്റെ ഇപ്പോഴത്തെ കഷ്ടത മാറാൻ നിൻ്റെ ജീവിക്കുന്ന നിൻ്റെ അപ്പനെ ജീവിക്കുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. സങ്കീർത്തനം 35:27 അല്ലേ? സങ്കീർത്തനം 35:27. എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ നിരന്തരം പറയട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ ദൈവം വന്ന് നമുക്ക് വേണ്ടി നീതി സ്ഥാപിച്ചു തരും എന്ന് ഇത് വിശ്വസിച്ച് ഇത് ദൈവം ഇടപെടുന്നത് വരെ ഇങ്ങനെ കർത്താവിനെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ എത്ര പേരുണ്ട്? നമുക്ക് സ്ഥിരതയില്ല. ചുരുക്കം ചിലരുണ്ടായിരിക്കും. എന്നാൽ ഒട്ടനവധി പേരുടെ ഉള്ളിലുള്ള വലിയൊരു കെണിയാണ് നമുക്ക് സ്ഥിരതയില്ല. കേൾക്കണ ഈ കാര്യങ്ങളെല്ലാം ഈ ഗേറ്റിൻ്റെ ഈ വാതിലിൻ്റെ പുറത്തേക്ക് കിടന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം ബാഷ്പീകരിച്ച് പോകും. പിന്നെ നിലനിൽക്കുക. പിന്നെ നമ്മുടെ ബുദ്ധി തന്നെ നമുക്കുള്ളൂ. പിന്നെ നമ്മുടെ തന്ത്രങ്ങൾ തന്നെ നമുക്കുള്ളൂ. ജീവിക്കുന്ന കൃപയുടെ വചനം അത് എൻ്റെ ജീവിതത്തിന് വേണ്ടി, എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ ജീവിതത്തിന് അടിത്തറയായിട്ട് ദൈവം തന്നിരിക്കുന്നു. അത് സ്വീകരിക്കുന്നവർ എത്ര പേര്? അവരവർ പരിശോധിച്ച് നോക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിശോധിച്ചിട്ട് നമ്മൾ ഫുള്ള് ആ കൺവിക്ഷനിലേക്ക് പതുക്കെ വന്നത്. എത്ര കാലമുണ്ട് നമ്മുടെ സ്വന്തം ബുദ്ധിയുടെ വെളിച്ചത്തിൽ പോയത്? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എഴുന്നേറ്റ് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോകണം. ഈ സമയത്ത് കൃപയുടെ വചനത്തിന് ഭരമേൽപ്പിക്കുക. ഓരോരുത്തരും ഭരമേൽപ്പിക്കണം. അച്ഛനും ഇവിടെ കിടന്ന് എന്ത് ഫലം മേടിച്ചിട്ട് കാര്യമില്ല, അതല്ലേ എനിക്ക് തന്നെ കിട്ടുള്ളൂ. നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്നെ തന്നെ കൃപയുടെ വചനത്തിന് ഭരമേൽപ്പിക്കുന്നു. എൻ്റെ ഏത് സാഹചര്യത്തിലും എന്നെ പിടിച്ചു നിർത്താനുള്ള വചനം കർത്താവ് അയച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയുടെ വചനത്തിന് ഞാൻ എന്നെ ഭരമേൽപ്പിക്കുന്നു. ഏത് പ്രശ്നം വന്നാലും ഞാൻ ബൈബിൾ വായിച്ചു നോക്കും. ഞാൻ ബൈബിളിൽ ഇരുന്ന് വായിക്കും. ദാവീദിന് ഒരുപാട് പ്രശ്നം വന്നു. ദാവീദ് ചെയ്തത്, എനിക്ക് 1000 പൊൻ വെള്ളി നാണയങ്ങളെക്കാൾ വലുതാണ് കർത്താവിൻ്റെ വചനം എന്ന് പറഞ്ഞ് ശത്രുക്കൾ മുഴുവനും ദാവീദിനെ കൊല്ലാൻ നോക്കിയപ്പോൾ സാവൂൾ രാജാവ് 3000 പട്ടാളക്കാരോട് ആയുധമേന്തി വന്ന് ദാവീദിനെ കൊല്ലാൻ വേണ്ടി മരുഭൂമിയിലൂടെ വേട്ടയാടി നടന്ന സമയത്ത് ദാവീദ് ബൈബിളും എടുത്ത് പോയി ഇരുന്നിങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. ദാവീദ് വായിച്ചുകൊണ്ടിരുന്നു. ദാവീദിന് അനുഗ്രഹമായി മാറി. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവപിതാവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്, കൃപയുടെ വചനത്തിന് ഭരമേൽപ്പിക്കാനുള്ളൊരു ജ്ഞാനം തുറന്നു തരണമേ. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള കൃപ തുറന്നു തരണമേ. വചനമേ, ദൈവവചനമേ, എൻ്റെ വഴികളിൽ, എൻ്റെ കണ്ണുകളിൽ, എൻ്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്വർഗത്തിലേക്ക് നോക്കി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു. വചനമേ, വഴിവിളക്കായി തെളിയണേ. ദൈവവചനമേ, വചനമേ, എൻ്റെ മിഴികളിൽ